പാപ്പ പറയുന്നു, മതിലുകൾ തകർത്തവനാണ് ക്രിസ്തു. കുടിയേറ്റ പ്രതിസന്ധിയെ കേവലമൊരു അടിയന്തര സാഹചര്യമായി കാണുന്നതിനു പകരം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കൃത്യമായ നയങ്ങളിലൂടെ ഇതിനെ നേരിടാൻ യൂറോപ്പ് തയ്യാറാകണം. സ്നേഹത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനും ഭരണകൂടത്തിനുമുണ്ട്. കുടിയേറ്റക്കാരെ സ്വീകരിക്കാനും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന്റെ ഭാഗമായി അവരെ സംയോജിപ്പിക്കാനും കഴിയുന്ന ഒരു പദ്ധതിയാണ് ആവശ്യം. ആരും ദാരിദ്ര്യം മൂലമോ അഴിമതി മൂലമോ സ്വന്തം നാട് വിട്ടുപോകാൻ നിർബന്ധിതരാകാത്ത സാഹചര്യം ഒരുക്കുകയും വേണം. സ്നേഹം എപ്പോഴും സ്വാതന്ത്ര്യത്തിലാണ്. ആ സ്വാതന്ത്ര്യം തീരുമാനങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. പൊതുനന്മയോടുള്ള താൽപര്യമില്ലായ്മ, അഴിമതി, ദാരിദ്ര്യവും പാർശ്വവൽക്കരണവും സൃഷ്ടിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥ, മുൻവിധികളെയും അവജ്ഞയെയും പോഷിപ്പിക്കുന്ന ഭയം, ഇത്തരം പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുന്നില്ല എന്ന ചിന്ത, മറ്റുള്ളവരുടെ ദുരന്തത്തിൽ ലാഭം കൊയ്യുന്ന കുറ്റവാളികളുടെ കണക്കുകൂട്ടലുകൾ തുടങ്ങിയവ സ്നേഹത്തെ ഒഴിവാക്കി കടന്നുപോകാനുള്ള നമ്മുടെ തിടുക്കത്തെയാണ് കാണിക്കുന്നത്. വിശ്വാസത്തിന് അതിരുകളില്ല, മറിച്ച് അത് രക്ഷയിലേക്കുള്ള സാർവത്രിക വിളിയാണ്. വേർതിരിവിന്റെ മതിലുകൾ എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ അവയെയെല്ലാം തകർത്തവനാണ് ക്രിസ്തു. കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ജീവിതം ഒരു കടൽ യാത്രയാണ്. ദൈവം എല്ലാവർക്കും സുരക്ഷിതമായ ഒരു തുറമുഖവും. മെഡിറ്ററേനിയൻ കടലും അപ്പസ്തോലന്മാരുടെ പ്രേഷിത പ്രവർത്തനവും ബന്ധപ്പെട്ട് കിടക്കുന്നു. ആളുകൾ കണ്ടുമുട്ടുന്നിടത്തും പരസ്പരം സ്വാഗതം ചെയ്യുന്നിടത്തും അവരുടെ ജീവിത കഥകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുമാണ് സുവിശേഷം പ്രതിധ്വനിക്കുന്നത്. യൂറോപ്പ് ലക്ഷ്യമാക്കി മെഡിറ്ററേനിയൻ കടൽ കടക്കുന്ന കുടിയേറ്റക്കാർക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ഇറ്റലിയിലെ ലാംപദൂസയിലേക്ക് ലിയോ 14 പാപ്പ ജൂലൈ 4 നടത്തിയ അജപാലന സന്ദർശനത്തിനിടെ വിശുദ്ധ ബലിയർപ്പിച്ചു നൽകിയ വചന സന്ദേശത്തിൽ നിന്ന്.